ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മുടെ എന്താണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റുമാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ആദ്യം എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഫസ്റ്റ് നെയിം ഓഫ് ദി കമ്പനി കാണിക്കുക, ദെൻ ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെയുള്ള എന്നുള്ള സംഭവം കാണിക്കണം. എന്നിട്ട് ആദ്യം കാണിക്കാനുള്ളത് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിനെയാണ് സെയിലായിട്ട് കാണിക്കുന്നത് കേട്ടോ. സെയിൽ, ഇപ്പോൾ സെയിൽ ഇൻകം കിട്ടുന്ന സംഭവങ്ങളൊക്കെ അതിനകത്ത് പറയുന്നത്. അപ്പോൾ ആദ്യം റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് കാണിക്കണം, ദെൻ അതിൻ്റെ കൂടെ അതർ ഇൻകംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ റവന്യൂ എത്രയാണെന്ന് കിട്ടും. ആദ്യം റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്, അതാണ് സെയിൽ എന്ന് പറയുന്നത്. സെയിൽ, ദെൻ വേറെ എന്തൊക്കെ ഇൻകംസ് ഉണ്ട് എന്നുള്ളത്, നമുക്ക് കിട്ടുന്ന ഇൻകംസ്, കമ്പനിക്ക് കിട്ടുന്ന ഇൻകംസ് എന്തൊക്കെയുണ്ട് അത് കാണിക്കുക. അതിൻ്റെ കൂടെ അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും. ദെൻ ടോട്ടൽ റവന്യൂ ആയിട്ട് പറയുന്നത്. ദെൻ അതിൻ്റെ കൂടെ എക്സ്പെൻസ് അതർ വേറൊരു ഹെഡായിട്ട് കാണിക്കണം. ഹെഡായിട്ട് കാണിച്ചിട്ട് എന്തൊക്കെ എക്സ്പെൻസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ടോ അതെല്ലാം ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇപ്പോൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, അത് പർച്ചേസ് ആണ്. ദെൻ പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, ചേഞ്ച് ഇൻ ഇൻവെൻട്രി ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ്, സ്റ്റോക്ക് ഇൻ ട്രേഡ് ഉണ്ട്. അപ്പോൾ ചേഞ്ച് ഇൻ ഇൻവെൻട്രി എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് അത് രണ്ടും കാണിക്കുക. ദെൻ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, ഫിനാൻസ് കോസ്റ്റ്, ഡിപ്രീസിയേഷൻ, അതർ എക്സ്പെൻസ്, അങ്ങനെ എന്തൊക്കെ എക്സ്പെൻസ് വരും ഇതെല്ലാം എന്ത് ചെയ്യുക, ഈ എക്സ്പെൻസിൻ്റെ അകത്ത് കാണിക്കുക. എന്നിട്ട് അതിനെ ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്ന് കിട്ടും. ദെൻ എന്ത് ചെയ്യുക, ഈ ടോട്ടൽ റവന്യൂവും ടോട്ടൽ എക്സ്പെൻസും ഉണ്ടല്ലോ, ഇതിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ, അതായത് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് റവന്യൂ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ എക്സ്ട്രാ ഓർഡിനറി ടാക്സ് ഐറ്റംസ് കിട്ടും. അതിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്, അതുപോലെ എക്സെപ്ഷണൽ ഐറ്റംസ്, ടാക്സ്, ഇത് മൂന്ന് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വൽ പ്രോഫിറ്റ് കിട്ടും. ഇതാണ് നമ്മുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. പി ആൻഡ് എൽ അക്കൗണ്ട് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആദ്യം റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്, അതിൻ്റെ കൂടെ അതർ ഇൻകംസ് ആഡ് ചെയ്യുക, അപ്പം ടോട്ടൽ റവന്യൂ കിട്ടും. ദെൻ അടുത്ത എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഹെഡ് കാണിച്ചിട്ട് എക്സ്പെൻസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എക്സ്പെൻസ് കിട്ടും. ടോട്ടൽ റവന്യൂ എന്ന് ടോട്ടൽ എക്സ്പെൻസ് കുറയ്ക്കുമ്പോൾ പ്രോഫിറ്റ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി എക്സെപ്ഷണൽ ടാക്സ് ഐറ്റംസ് കിട്ടും. അതിൽ നിന്ന് ടാക്സ് കുറയ്ക്കുക, എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക, എക്സെപ്ഷണൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ഇത് മൂന്നും കുറയ്ക്കുമ്പോൾ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ള കാര്യം ആക്ച്വൽ കിട്ടും. ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ് എത്രയാണെന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നെക്സ്റ്റ് നമുക്കുള്ളത് ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, വെർട്ടിക്കൽ ഫോർമാറ്റിൽ തന്നെയാണ്. എന്താണ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ എന്ന് പറഞ്ഞ് കാണിക്കുക, കമ്പനിയുടെ പേര് കാണിക്കുക, ദെൻ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ആദ്യം നമ്മൾ കാണിക്കേണ്ടത് ഇക്വിറ്റീസ് ആണ്. ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് ആണ് ആദ്യം നമ്മൾ കാണിക്കേണ്ടത്. ലയബിലിറ്റീസിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും 4 ഹെഡ് ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഉണ്ട്, ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെന്റ്, നോൺ കറണ്ട് ലയബിലിറ്റി, കറണ്ട് ലയബിലിറ്റി, അങ്ങനെ 4 ഹെഡാണ് വരുന്നത് കേട്ടോ. അതിൽ പ്രധാനമായിട്ടും 3 പറഞ്ഞാൽ മതി. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, നോൺ കറണ്ട് ലയബിലിറ്റി, കറണ്ട് ലയബിലിറ്റി. ഓക്കെ, SNC എന്ന് പഠിച്ചു വെച്ചാൽ മതി. SNC, S ഫോർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, N ഫോർ നോൺ കറണ്ട് ലയബിലിറ്റീസ്, C ഫോർ കറണ്ട് ലയബിലിറ്റീസ്. അങ്ങനെ 3 ഹെഡാണ് നമുക്ക് ലയബിലിറ്റീസിനകത്ത് വരുന്നത്. അതിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം വരുന്നത് ഷെയർ ക്യാപിറ്റൽ വരും. ഷെയർ ക്യാപിറ്റൽ നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരു ഐറ്റമാണ്. ദെൻ ഷെയർ ക്യാപിറ്റൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഷെയർ ക്യാപിറ്റൽ, അപ്പോൾ ഇതിനകത്ത് ഷെയർ ക്യാപിറ്റൽ കാണിക്കുക, റിസർവ് ആൻഡ് സർപ്ലസ് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താണ് ലോങ് ടേം ബോറോയിങ്സ്, അതുപോലെ തന്നെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി, ലോങ് ടേം ലയബിലിറ്റി, ലോങ് ടേം പ്രൊവിഷൻസ്, ഇതെല്ലാം നോൺ കറണ്ടിനകത്ത് വരും. നോൺ കറണ്ട് എന്ന് പറയുമ്പം ഫിക്സഡ് ആണ്, ഇതെല്ലാം ലോങ് ടേമിനകത്ത് വരും കേട്ടോ. അപ്പം SNC എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ എസിനകത്ത് ഷെയർ ക്യാപിറ്റൽ, റിസർവ്, എസും ആറുമാണ് വരുന്നത്. ദെൻ എന്നിനകത്ത് ലോങ് ടേം ബോറോയിങ്സ്, എല്ലാ ലോങ് ടേം ഐറ്റംസ് ആണ് നോൺ കറണ്ട് ലയബിലിറ്റീസിനകത്ത് വരുന്നത്. പിന്നെ കറണ്ട് ലയബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ് ഷോർട്ട് ടേം ആണല്ലോ. അപ്പോൾ ഷോർട്ട് ടേം ബോറോയിങ്സ്, ട്രേഡ് പേയബിൾസ്, അതർ കറണ്ട് ലയബിലിറ്റീസ്, ഷോർട്ട് ടേം പ്രൊവിഷൻസ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്, നമ്മുടെ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസിനകത്ത് വരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, ടോട്ടൽ കണ്ടുപിടിക്കുക. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കും കേട്ടോ. ദെൻ അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റാണ്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം പിന്നെ അസറ്റാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അസറ്റിനകത്ത് ആദ്യം വരുന്നത് ഫിക്സഡ് അസറ്റാണ്. അപ്പോൾ ഫിക്സഡ് അസറ്റിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് മാത്രം കാണിച്ച് പോയാൽ മതി. ഇതിൽ ഹെഡ് വലിയ കുഴപ്പമില്ല. അപ്പം ആദ്യം ഫിക്സഡ് അസറ്റിനകത്ത് എന്താണ്, ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞ ഹെഡ് വരും. അതിനകത്ത് ടാൻജിബിൾ അസറ്റ് ഉണ്ട്, ഇൻടാൻജിബിൾ അസറ്റ് ഉണ്ട്. ദെൻ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് അസറ്റാണ് കേട്ടോ. ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്, അതുപോലെ തന്നെ അസറ്റ് ഓൺ ഡെവലപ്മെന്റ്, ഇതൊക്കെ ഫിക്സഡ് അസറ്റിനകത്താണ് വരുന്നത്. ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്, അസറ്റ് ഓൺ ഡെവലപ്മെന്റ്, ഇതെല്ലാം ഫിക്സഡ് അസറ്റിനകത്താണ് വരുന്നത്. അതിനുശേഷം പിന്നെ വരുന്നത്
ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആദ്യം ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ്, ഫിക്സഡ് അസറ്റും ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ്? ഫിക്സഡ് ഐറ്റംസ് ആണ് വരുന്നത്. ഇപ്പൊ ഡെഫേർഡ് ടാക്സ് ഐറ്റംസ് വരും. ഡെഫേർഡ് ടാക്സ് ഐറ്റംസ് ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് വരുന്നുണ്ട്. ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് അസറ്റ് ആണ്. ലോൺസ് എന്ന് പറയുമ്പോൾ ലയബിലിറ്റി ആയിട്ട് എഴുതി വെക്കരുത്, അസറ്റ് ആണ്. ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ് അസറ്റ് ആണ്. നോൺ കറണ്ട് അസറ്റ് ഉണ്ട്. ദെൻ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെന്ററി, ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ഇക്വലൻസ്, ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അതർ കറണ്ട് അസറ്റ്. ഇതെല്ലാം വരുന്നത് അസറ്റിനകത്താണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ എന്താണ് ഇത് ബാലൻസ് ഷീറ്റിനകത്ത് വരുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത്, ബാലൻസ് ഷീറ്റിനകത്ത് ആദ്യം ഷെയർ ക്യാപിറ്റൽ, റിസർവ്, ദെൻ ലോങ് ടേം ബോറോയിങ്സ്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി, അതർ ലോങ് ടേം ലയബിലിറ്റി, ലോങ് ടേം പ്രൊവിഷൻസ്, പിന്നെ ഷോർട്ട് ടേമിൻ്റെ ലയബിലിറ്റീസ് കാര്യങ്ങളൊക്കെ, പിന്നെ അസറ്റിൽ ആദ്യം ഫിക്സഡ് അസറ്റ്സ്, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ അതുപോലെ ലോങ് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അതർ നോൺ കറണ്ട് അസറ്റ്, പിന്നെ കറണ്ട് അസറ്റ് ആണ് വരുന്നത്. ഓക്കെ, കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെന്ററീസ്, സ്റ്റോക്ക് ഇൻ ട്രേഡിലുള്ള ട്രേഡ് റിസീവബിൾസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, കറണ്ട് അസറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമ്മുടെ എന്താണ് P&L അക്കൗണ്ട് വെച്ചിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇല്ലുസ്ട്രേഷൻ 3 ആണ്. അപ്പോൾ ഇതിനകത്ത് VP ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ 31 മാർച്ച് 2018 എന്താണ് കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, എക്സ്ട്രാക്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യണം? നമ്മുടെ P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് സെയിൽസ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഉണ്ട്, അതർ ഇൻകംസ് ഉണ്ട്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, ഇൻക്രീസ് ഇൻ ഇൻവെന്ററി ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ്, റോ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ സാലറീസ്, വേജസ്, കോൺട്രിബ്യൂഷൻ ടു PF ഗ്രാറ്റുവിറ്റി ഫണ്ട്, ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ, പവർ ആൻഡ് ഫ്യൂവൽ, റെന്റ് ആൻഡ് റേറ്റ്സ്, ഫിനാൻസ് കോസ്റ്റ്, ടാക്സ് എക്സ്പെൻസ്, പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് നമ്മുടെ ഇതേപോലെ നമ്മുടെ ഫോർമാറ്റ് അറിയണം. VP ട്രേഡേഴ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് എന്ന് പറഞ്ഞെഴുതി, 31 മാർച്ച് 2018 എന്ന് പറഞ്ഞെഴുതി, എന്താണ് പെർട്ടിക്കുലേഴ്സ്, പിന്നെ ഇതൊരു ചെറിയ നോട്ടിന്റെ കോളം, ഇത് എമൗണ്ടിന്റെ കോളം. ഇപ്പൊ നോട്ട്സ് ടു അക്കൗണ്ട്, വർക്കിംഗ് നോട്ടൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് കൊടുത്തേക്കുന്ന ഒരു അക്കൗണ്ടാണ്. അപ്പൊ അതിൻ്റെ അത് കാണിക്കുക. അപ്പോൾ അത് കാണിക്കണം. ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്തൊക്കെ വരും എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് വരുന്നത് സെയിൽസ് ആണ്, റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്താണ് ഇൻകംസ് എല്ലാം ഒറ്റ ഇതിനകത്ത് കാണിക്കുക. അപ്പൊ ഫസ്റ്റ് വേണം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് ഇതിനകത്ത് സെയിൽസ് വന്നിട്ടുണ്ടോ? സെയിൽസ്. ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് സെയിൽസ് എത്രയാണ്? 70,66,041. അതിൻ്റെ കൂടെ എന്താണ് ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഉണ്ടല്ലോ, ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആഡ് ചെയ്യുക. ഇൻകംസ് എല്ലാം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണേ. 195,616 അത് ആഡ് ചെയ്യണം. ദെൻ അതുപോലെ തന്നെ എന്താണ് അതർ ഇൻകംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഇതെല്ലാം ഇൻകം ആണ്. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പം കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് 70,66,041 പ്ലസ് 1,95,616 പ്ലസ് 1,30,88. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് എത്ര? 73,91,745 ടോട്ടൽ ഇൻകം ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? നമുക്കിവിടെ അപ്പം അത് കിട്ടിയല്ലോ. അപ്പം അങ്ങനെ നമുക്ക് ഇതിനകത്ത് എഴുതാം. അപ്പോൾ ഫസ്റ്റ് ഒന്നുകിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ട് തന്നെ നമുക്ക് എഴുതാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ സെയിൽസ് എന്ന് പറഞ്ഞ് എഴുതാം. ഇപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ് ടോട്ടൽ വരുന്നത്? 70,66,041. അങ്ങനെയും ചെയ്യാം, ടോട്ടൽ എമൗണ്ടും കാണിക്കാം. അതിൻ്റെ കൂടെ എന്താണ് ഓപ്പറേറ്റിംഗ് ഇൻകംസ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഇവിടെ തന്നെ വേണമെങ്കിൽ ചെയ്തും കാണിക്കാം. അതുപോലെ തന്നെ അതർ ഇൻകംസ്. ഓക്കെ, ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ടോട്ടൽ റവന്യൂ കിട്ടും കേട്ടോ. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയത്? 73,91,745. അത് ഫസ്റ്റ് ഷെഡ്യൂളിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കാം. അപ്പോൾ നമ്മുടെ എന്താണ് ടോട്ടൽ റവന്യൂ കഴിഞ്ഞു. ഇങ്ങനെയാണ് ഫസ്റ്റ് റവന്യൂ പ്രിപ്പയർ ചെയ്യേണ്ടത്. ആദ്യം റവന്യൂസ് കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്യണം കേട്ടോ. റവന്യൂസ് കഴിഞ്ഞതിന് ശേഷമാണ് എക്സ്പെൻസ് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ നമ്മൾ എക്സ്പെൻസ് മാർക്ക് എക്സ്പെൻസസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ എക്സ്പെൻസസ് ഉണ്ട്? ഇപ്പോൾ നമുക്ക് സെയിൽസ് കഴിഞ്ഞു, അതർ ഇൻകംസ് കഴിഞ്ഞു, ഓപ്പറേറ്റിംഗ് കഴിഞ്ഞു. ദെൻ അടുത്ത എക്സ്പെൻസ് ആയിട്ട് വരുന്നത് കോസ്റ്റ് ഓഫ്
മെറ്റീരിയൽ കൺസ്യൂംഡ് എക്സ്പെൻസ് ആണ്. ഇൻക്രീസ് ഇൻ ഇൻവെന്ററി എക്സ്പെൻസ് ആണ്. വേജസ് എക്സ്പെൻസ്, കോൺട്രിബ്യൂഷൻ എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ, പവർ ആൻഡ് ഫ്യൂവൽ, റെന്റ് ആൻഡ് റേറ്റ്സ്, ഫിനാൻസ് കോസ്റ്റ്, ടാക്സ് എക്സ്പെൻസ്. ഓക്കെ, ടാക്സ് ലാസ്റ്റ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും സംഭവങ്ങൾ. അപ്പൊ ഇതെല്ലാം കൂടി ഇതിന്റെ താഴെ നമ്മൾ കാണിച്ചിട്ട് എന്താണ് അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര എക്സ്പെൻസ് എത്ര എന്നുള്ള കാര്യം കിട്ടും. ഓക്കെ അപ്പോൾ നമ്മൾ അതേ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ചേഞ്ച് ഇൻ ഇൻവെന്ററി, സാലറി, ഗ്രാറ്റുവിറ്റി, ഡിപ്രീസിയേഷൻ, ഫറോർ ഫ്യൂവൽ, റെന്റ്, ഫിനാൻസ് കോസ്റ്റ്, അമോർട്ടൈസേഷൻ, ഇതെല്ലാം നമ്മൾ എഴുതി കേട്ടോ. ഇനി ഇതിനകത്ത് നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ചേഞ്ച് ഇൻ ഇൻവെന്ററി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ ചേഞ്ച് ഇൻ ഇൻവെന്ററിയിൽ ഇൻക്രീസ് ഇൻ ഇൻവെന്ററി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഡിക്രീസ് ഇൻ ഇൻവെന്ററി ആണെങ്കിൽ ആഡ് ചെയ്യണം. അത് നമുക്ക് ഇതിനകത്ത് വരുന്നൊരു റൂളാണ് കേട്ടോ. അതായത് ഇൻക്രീസ് ഇൻ ഇൻവെന്ററിയിൽ ഇൻക്രീസ് ആണെങ്കിൽ, ഓക്കെ, ഇപ്പം ഇൻക്രീസ് ഇൻ ഇൻവെന്ററി എന്ന് പറയുകയാണ്, നമ്മൾ ഇവിടെ മൈനസ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ എന്താണ് ഡിക്രീസ് ഇൻ ഇൻവെന്ററി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, പ്ലസ് ചെയ്യണം. അപ്പൊ നമ്മുടെ ക്വസ്റ്റിനകത്ത് ഇൻക്രീസ് ഇൻ ഇൻവെന്ററി ആണ്. അപ്പം ചേഞ്ച് ഇൻ ഇൻവെന്ററിക്കകത്ത് ഇൻക്രീസ് ആണ്. അപ്പൊ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പൊ 6,96,688 മൈനസ് ചെയ്യണേ, അതൊന്ന് ഓർത്തോണം. അപ്പൊ ഇൻക്രീസ് ഇൻ ഇൻവെന്ററി ആണെങ്കിൽ മൈനസും, ഡിക്രീസ് ഇൻ ഇൻവെന്ററി ആണെങ്കിൽ പ്ലസും ആണ് നമുക്ക് വരേണ്ടത്. അപ്പൊ ചേഞ്ച് ഇൻ ഇൻവെന്ററി എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. എന്നിട്ട് കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ്. പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസും, നെഗറ്റീവ് ആണെങ്കിൽ ഡിക്രീസും ആണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് നമ്മുടെ എന്താണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ചേഞ്ച് ഇൻ ഇൻവെന്ററി കണ്ടുപിടിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ, ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടും, കുറയ്ക്കുമ്പോൾ ഒരു ആൻസർ കിട്ടുമല്ലോ. അപ്പൊ കുറയ്ക്കുന്നത് ഇപ്പൊ ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും, ക്ലോസിംഗ് സ്റ്റോക്ക് 1,00,000 ഓപ്പണിംഗ് സ്റ്റോക്ക് 80,000 ആണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോൾ 1,80,000 കുറയ്ക്കുമ്പോൾ 20,000 കിട്ടും. ഓക്കെ, ആ 20,000 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അല്ലേ, ഇതിനെയാണ് ഇൻക്രീസ് ഇൻ ഇൻവെന്ററി എന്ന് പറയുന്നത്. എങ്കിൽ 20,000 ഇവിടെ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം ക്ലോസിംഗ് സ്റ്റോക്ക് 80,000 ഓപ്പണിംഗ് സ്റ്റോക്ക് 1,00,000 ആണെങ്കിൽ -20 എന്ന് പറഞ്ഞു വരും. എങ്കിൽ ഇവിടെ നമുക്ക് ആഡ് ചെയ്യണം. അതാണ് ചേഞ്ച് വരുന്നത് കേട്ടോ. അങ്ങനെ വേണം നമ്മളിവിടെ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം നമ്മളിവിടെ കണക്കാക്കേണ്ടിയുണ്ട്. അപ്പോൾ അത് ചെയ്യാം. അപ്പം നമുക്ക് എന്താണ് ടോട്ടൽ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്ത് ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് എത്ര എന്നുള്ള കാര്യം കിട്ടും. എന്നിട്ട് നമ്മൾ എന്താണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ ഡിഫറൻസ് എടുക്കുമ്പോൾ ഈ എന്താണ് 73,91,745 മൈനസ് 66,29,499 ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 7,62,246 ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ബിഫോർ ടാക്സും പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അപ്പൊ നമുക്കിവിടെ ടാക്സ് ഐറ്റം മാത്രമല്ലേ ഉള്ളൂ. ടാക്സ് എന്ന് പറയുന്നത് 2,00,000. അപ്പൊ അത് ടാക്സ് നമുക്കിവിടെ കുറയ്ക്കണം, ലെസ് ടാക്സ്. അപ്പൊ ടാക്സ് എത്രയാണ്, 2,16,818 രൂപ നമുക്കിവിടെ കുറയ്ക്കണം കേട്ടോ. ഇതിൽ നിന്ന് ഓക്കെ, ഈ എമൗണ്ടിൽ നിന്ന് ഇത് കുറയ്ക്കുക. അത് ടാക്സ് സെപ്പറേറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ടാക്സ് ഒരിക്കലും ഇതിന്റെ കൂടെ ചെയ്ത് വെക്കരുത്. ടാക്സ് സെപ്പറേറ്റ് ആണ് കുറയ്ക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് ശരിക്കുള്ള പ്രോഫിറ്റ് കിട്ടും. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5,45,428 ആണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് പ്രോബ്ലം കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇൻകംസ് കാണിക്കുക. ഇൻകം ചെയ്യുന്ന എക്സ്പെൻസ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് എക്സ്പെൻസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, എക്സ്ട്രാordinary എക്സെപ്ഷണൽ ഐറ്റംസ് കിട്ടും. അതിൽ നിന്ന് ടാക്സ്, എക്സ്ട്രാordinary ഐറ്റംസോ എക്സെപ്ഷണൽ ഐറ്റംസോ ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും, ആക്ച്വൽ പ്രോഫിറ്റ് കിട്ടും. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള രീതി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് മറ്റെന്താണ് ബാലൻസ് ഷീറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാമേ. അപ്പോൾ ഇതിനകത്ത് ബാലൻസ് ഷീറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോർമലി നമ്മുടെ ബാലൻസ് ഷീറ്റ് തന്നിരിക്കുമ്പോൾ ലയബിലിറ്റി, അസറ്റ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഇത് നേരെ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് എന്താണ് ലയബിലിറ്റീസ്, അസറ്റ് എല്ലാം കൃത്യമായിട്ട് തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ ഫർദർ ആയിട്ട് ഇതിനകത്ത് ക്ലാസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങ് എഴുതി പോയാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് കമ്പനിയുടെ പേര് എന്താണ്, ഇപ്പം ജസ്റ്റ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ് എഴുതുക. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ആദ്യം നമ്മൾ എന്താണ് പെർട്ടിക്കുലേഴ്സിനകത്ത് ആദ്യം നമ്മൾ കാണിക്കേണ്ടത് ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റി. ഓക്കെ, ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റി. അപ്പം ഞാൻ പറഞ്ഞു ഇതിനകത്ത് നമുക്ക് എന്താണ് ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റിക്കകത്ത് എഴുതുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഷെയർ ക്യാപിറ്റലാണ് കാണിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ, ഫസ്റ്റ് ഷെയർ ക്യാപിറ്റൽ
ഇപ്പോൾ ഷെയർ ക്യാപിറ്റലിനകത്ത് എന്തൊക്കെ വരും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് 3 ഹെഡ് പ്രധാനമായിട്ട് വരും നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടോ, ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അതിനകത്താണ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്, നോൺ കറണ്ട് ലയബിലിറ്റി, കറണ്ട് ലയബിലിറ്റി, അങ്ങനെ 3 SNC എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ ഫസ്റ്റ് വൺ ഷെയർ ക്യാപിറ്റൽ. ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ അതുപോലെ തന്നെ റിസർവ് ആൻഡ് സർപ്ലസ്. ഓക്കെ, ഇതിനകത്താണ് റിസർവ് വരുന്നത്. അപ്പോൾ ഷെയർ ക്യാപിറ്റലുണ്ട്, റിസർവ് ഉണ്ട്. ഓക്കെ, ഈ 2 സംഭവങ്ങൾ നമ്മളിവിടെ എഴുതാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റനിൽ ഷെയർ ക്യാപിറ്റൽ ഉണ്ടോ നോക്കാം. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, 8 ലക്ഷം രൂപ ഷെയർ ക്യാപിറ്റൽ. അതിൽ നിന്ന് 15,000 കോൾസിന് അരിയർ വരുന്നുണ്ട്. അപ്പോൾ അത് ലെസ് ചെയ്തിട്ട് ബാക്കിയുള്ള നെറ്റ് എമൗണ്ട് കാണിച്ചാൽ മതി. ഓതറൈസ്ഡ് ക്യാപിറ്റൽ കാണിക്കരുത്, ഈ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. എത്രയാണ് നമുക്ക് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വരുന്നത് അതാണ് നമുക്ക് ഇതിനകത്ത് കാണിക്കേണ്ടത് കേട്ടോ. അപ്പം ഓതറൈസ്ഡ് ക്യാപിറ്റൽ എടുക്കേണ്ട, നമുക്ക് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ മാത്രം എടുത്താൽ മതി. ഇപ്പോൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 7,85,000 രൂപയാണ് നമ്മുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞു. ദെൻ റിസർവ് ഉണ്ടോ നോക്കാം. അപ്പോൾ റിസർവ് നമുക്ക് ജനറൽ റിസർവ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, റിസർവിനകത്ത് നമ്മൾ ജനറൽ റിസർവിനകത്ത് എന്താണ് 50,000 അതിനകത്ത് കാണിക്കുക. ഓക്കെ, ഇപ്പോൾ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഇതിനകത്ത് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. അപ്പോൾ ഇതിനകത്ത് ക്രെഡിറ്റേഴ്സ് വന്നിട്ടുണ്ട്, ജനറൽ റിസർവ്, ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിസർവിനകത്താണ് വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിസർവിനകത്താണ് കാണിക്കേണ്ടത്. 6% ഡിബെഞ്ചർ, ബിൽസ് പേബിൾ, ക്യാഷ് ബാങ്ക്, ക്യാഷ് അറ്റ് ഹാൻഡ്, ഇൻവെസ്റ്റ്മെന്റ്, പ്രിലിമിനറി എക്സ്പെൻസ് നമ്മൾ എന്താണ്, ഒന്നുകിൽ നമുക്ക് അസറ്റായിട്ട് കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ റിസർവിൽ നമുക്ക് മൈനസ് ചെയ്ത് കാണിക്കാം കേട്ടോ. പ്രിലിമിനറി എക്സ്പെൻസ് നമുക്ക് ഒന്നുകിൽ ഇത് നമ്മുടെ എന്താണ് ഈ ജനറൽ റിസർവിൽ നിന്ന് മൈനസും ചെയ്യാം, അല്ലെങ്കിൽ അസറ്റായിട്ടും കാണിക്കാം. രണ്ടും കറക്റ്റ് തന്നെയാവും. അതുപോലെ തന്നെ ഗുഡ് വിൽ ഉണ്ട്, ദെൻ കറണ്ട് അസറ്റ്, ലോൺസ്, അഡ്വാൻസസ് ഉണ്ട്, ബിൽഡിങ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഡിപ്രീസിയേഷൻ, സ്റ്റോക്ക്, അങ്ങനെ പ്രൊവിഷൻ ഫോർ ഔട്ട്ലെറ്റ്, ഫർണിച്ചേഴ്സ്, അങ്ങനെ എല്ലാ വക സാധനങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്ത് കാണിക്കണം. അപ്പോൾ റിസർവ് ചെയ്യുമ്പോൾ നമുക്ക് റിസർവിനകത്ത് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് പതുക്കെ ട്രീറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ റിസർവ് എടുക്കുമ്പോൾ നമുക്ക് റിസർവിനകത്ത് റിസർവ് എടുക്കുമ്പോൾ റിസർവിനകത്ത് ജനറൽ റിസർവ് ഉണ്ട്. ജനറൽ റിസർവ് എന്ന് പറയുന്നത് 50,000 റുപ്പീസ് ജനറൽ റിസർവ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കണം. P&L അക്കൗണ്ട് നമുക്ക് വരുന്നത് 75,000 ആണ് P&L അക്കൗണ്ട് വരുന്നത്. അതും ഇതിൻ്റെ അകത്ത് നമ്മൾ കാണിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ 50,000 പ്ലസ് 75,000. ഓക്കെ, അപ്പം 1,25,000 വരും. 1,25,000 നിന്ന് നമുക്ക് എന്താണ് പ്രിലിമിനറി എക്സ്പെൻസ് മൈനസ് ചെയ്യണം. പ്രിലിമിനറി വരുന്നത് 9,000 റുപ്പീസാണ് പ്രിലിമിനറി വരുന്നത്, അത് മൈനസ് ചെയ്യണം കേട്ടോ. അപ്പോൾ 1,16,000 രൂപ വരും. ഈ 1,16,000 ആക്ച്വലി ജനറൽ റിസർവിനകത്ത് കാണിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നെറ്റായിട്ട് കാണിക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ 50,000 പകരം ജനറൽ റിസർവിനകത്ത് ടോട്ടൽ എത്ര കാണിച്ചാൽ മതി, 1,16,000 എന്ന് പറഞ്ഞ് കാണിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇവിടെ മറ്റേ ഷെഡ്യൂൾ നമ്പർ 1 എന്ന് പറഞ്ഞ് ഇട്ടാൽ മതി. നോട്ട് നമ്പർ 1 എന്നോ ഷെഡ്യൂൾ നമ്പർ 1 എന്നോ അങ്ങനെ എന്താ ഇട്ടാൽ മതി. ഓക്കെ, റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അതിങ്ങനെ കാണിക്കുക. അപ്പോൾ റിസർവ് സർപ്ലസ് എടുക്കുമ്പോൾ ജനറൽ റിസർവ് പ്രോഫിറ്റ് ലോസ് കൊണ്ട് അതിൽ നിന്ന് പ്രിലിമിനറി എക്സ്പെൻസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം. എന്നിട്ട് ടോട്ടൽ എമൗണ്ട് ആണ് നമുക്ക് ഇവിടെ വേണ്ടത് കേട്ടോ. എന്നിട്ട് അത് കാണിക്കുക. അത് കാണിച്ചു. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ റിസർവ് ആൻഡ് സർപ്ലസ് ആ സംഭവം കഴിഞ്ഞു. അപ്പം ഫസ്റ്റ് വൺ ഷെയർ ക്യാപിറ്റൽ അത് കഴിഞ്ഞു, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് S കഴിഞ്ഞു. അടുത്തെന്താണ് നോൺ കറണ്ട് ലയബിലിറ്റീസ്, ഫിക്സഡ് ആയിട്ടുള്ള ലയബിലിറ്റീസ് എല്ലാം ഇതിനകത്ത് കാണിക്കുക. ഫിക്സഡ് ലയബിലിറ്റീസ് എന്തൊക്കെയുണ്ട്, സൺട്രി ക്രെഡിറ്റേഴ്സ് എന്താണ് കറണ്ട് ആണ് കേട്ടോ, ഇത് കറണ്ട് ലയബിലിറ്റി ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ അത് നമ്മൾ കൊടുക്കാനുള്ളത് കറണ്ട് ലയബിലിറ്റിക്കകത്ത് വരുന്നതാണ്. ദെൻ എന്താണ് 6% ഡിബെഞ്ചർ അത് നമ്മുടെ ഫിക്സഡ് ലയബിലിറ്റി ആണ്. ബിൽസ് പേയബിൾ അത് നമ്മുടെ കറണ്ട് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് വരുന്നത് 6% ഡിബെഞ്ചർ മാത്രമേ ഉള്ളൂ. 6% ഡിബെഞ്ചർ മാത്രമേ ഉള്ളൂ, 6 lakhs റുപ്പീസ്. അതാണ് നമ്മുടെ നോൺ കറണ്ടിനകത്ത് വരുന്നത്. പിന്നെ കറണ്ട്. ഓക്കെ, കറണ്ട് ലയബിലിറ്റീസ്. ഇപ്പോൾ കറണ്ട് ലയബിലിറ്റീസിനകത്ത് വരുന്നത് എന്താണ് ക്രെഡിറ്റേഴ്സ് വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ എന്താണ് ബിൽസ് പേയബിൾ. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റേഴ്സ് വന്നിട്ട് 1 lakh റുപ്പീസ്. ദെൻ അതുപോലെ തന്നെ ബിൽസ് പേയബിൾ വന്നിട്ട് 76,000. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് എന്താണ് നമ്മുടെ ഇതിനകത്ത് വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്ന ഐറ്റംസ്. വേറെ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ ഉണ്ട്, അതും കറണ്ട് ലയബിലിറ്റിക്കകത്താണ് വരുന്നത് കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ അതും കൊടുക്കാനുള്ളതാണ് ലയബിലിറ്റിക്കകത്ത്, കറണ്ട് ലയബിലിറ്റിക്കകത്ത് വരുന്നത് കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ 20,000.
അപ്പം 20,000 ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ടോട്ടൽ ലയബിലിറ്റി എത്ര എന്ന് കിട്ടും. ഓക്കെ, അതിനുശേഷം പിന്നെ വരുന്ന അസറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ആൻസർ കിട്ടുന്നത് 17,05,000 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, 17,05,000. യെസ്, ഇതാണ് നമ്മുടെ ടോട്ടൽ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ അതുപോലെ തന്നെ അടുത്ത ഫിക്സഡ് ക്യാപിറ്റൽ വരുമ്പോൾ നമ്മുടെ എന്താണ് അസറ്റ് വരുമ്പോൾ അസറ്റിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ആദ്യം ഫിക്സഡും പിന്നെ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഇപ്പൊ ഫിക്സഡ്, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്, ഫിക്സഡ് അസറ്റും ഇൻവെസ്റ്റ്മെന്റും FI എന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. FI ഫിക്സഡ് അസറ്റും ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റും, അതാണ് FI. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ കറണ്ട് ഐറ്റംസ് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ ആദ്യം ഫിക്സഡ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ എഴുതുക. ഫിക്സഡ് അസറ്റും ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഒരുമിച്ച് എഴുതിയാൽ മതി, കുഴപ്പമില്ല. ഓക്കെ, ഫിക്സഡ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി എന്താണ് ഇൻവെസ്റ്റ്മെന്റ്, ഫിക്സഡ് അസറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ഫിക്സഡ് അസറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഫിക്സഡ് അസറ്റിൽ ഏതൊക്കെയുണ്ട്? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക്, നമ്മുടെ എന്താണ് കറണ്ട് ആണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, പ്രിലിമിനറി എക്സ്പെൻസ് നമ്മൾ കുറച്ചു. കറണ്ട് അസറ്റ് ആണ്. ഗുഡ് വിൽ ഉണ്ട്, അത് നമുക്ക് എന്താണ് അതറായിട്ട് കാണിക്കുന്നത്. ഇപ്പൊ ഗുഡ് വില് ഫിക്സഡ് ആണ്. ബിൽഡിംഗ്, പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഓക്കെ, ഫർണിച്ചർ. ഇത്രയാണ് ഫിക്സ് ആയിട്ട് നമ്മൾ കാണിക്കാനുള്ളത്. ഓക്കെ, ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എത്രയുണ്ട്? 95,000. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് 95,000 ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ഗുഡ് വിൽ 50,000. ദെൻ ബിൽഡിംഗ് ഡിപ്രീസിയേഷൻ ഇല്ല, സോ 6 lakhs തന്നെയാണ് ബിൽഡിംഗ് വരുന്നത്. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി വന്നിട്ട് ഡിപ്രീസിയേഷൻ ഉണ്ട്, സോ 5,94,000. ദെൻ അതുപോലെ തന്നെ ഫേർണിച്ചർ, സ്റ്റോക്ക് വരത്തില്ല, ഡെപ്റ്റേഴ്സ് വരത്തില്ല, ഫേർണിച്ചർ 14,400. ഇത്രയാണ് ഫിക്സഡ് ആയിട്ട് വരുന്നത്. ദെൻ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ്, ഞാനിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ എഴുതുവാണ്. ഇപ്പൊ കറണ്ട് അസറ്റ് ആയിട്ട് ബാക്കിയുള്ള എല്ലാം കറണ്ട് അസറ്റ്. ഇപ്പൊ ക്യാഷ് അറ്റ് ബാങ്ക്, അതുപോലെ തന്നെ ക്യാഷ് ബാലൻസ്, പിന്നെന്താണ് കറണ്ട് അസറ്റ്സ്, ലോൺസ്, അഡ്വാൻസസ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ടല്ലോ കറണ്ട് അസറ്റ്സ്. ദെൻ ബിൽഡിംഗ് എടുത്തു, പ്ലാന്റ് എടുത്തു, സ്റ്റോക്ക് കാണിക്കണം. ദെൻ അതുപോലെ തന്നെ എന്താണ് ഡെറ്റേഴ്സ് എടുക്കുമ്പോൾ മറ്റേ പ്രൊവിഷൻസ് കുറച്ചിട്ട് കാണിക്കുക. ഓക്കെ, ഇത്ര ഐറ്റംസ് വരും. അപ്പോൾ ബാങ്കിനകത്ത് നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 79,800 ആണ് വരുന്നത്. ദെൻ ക്യാഷ് വന്നിട്ട് 1,500. ദെൻ കറണ്ട് അസറ്റ്സ് വരുന്നത് 95,000 തന്നെയാണ്. ദെൻ സ്റ്റോക്ക് വരുന്നത് 10,000. ഡെപ്റ്റേഴ്സ് വരുന്നത് 1,74,000 മൈനസ് 8,700 പോകുമ്പോൾ 1,65,300 വരും. ഓക്കെ, ഇത്ര ഐറ്റമാണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 95,000 പ്ലസ് 50,000, ദെൻ 6 lakhs, ദെൻ 5,94,000, ദെൻ 1,44,000 പ്ലസ് 7,98,100 അത് വരുന്നുണ്ട്. 17,800 വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ 1,500, 95,000, ദെൻ 10,000, ദെൻ 1,65,300. ഓക്കെ, അപ്പം ഇത്ര ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് കാണിക്കണം. അപ്പം ഇതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യണം, കൂട്ടി കാണിക്കണം ഈ ഐറ്റംസ് എല്ലാം. അപ്പോൾ നമ്മൾ ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 17,05,000 തന്നെയാണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അത് കറക്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റി എഴുതി, ഷെയർ ക്യാപിറ്റൽ എഴുതി, ദെൻ റിസർവ് ആൻഡ് സർപ്ലസ് ഞാനിവിടെ നോട്ടായിട്ട് എഴുതി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ജനറൽ റിസർവ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, അതിൽ നിന്ന് പ്രിലിമിനറി എക്സ്പെൻസ് അത് എന്തിനാണ് മൈനസ് ചെയ്യണം. എന്നിട്ട് നെറ്റ് എമൗണ്ട് ഇവിടെ കാണിക്കുക. നോൺ കറണ്ട് ലയബിലിറ്റീസ് 6 ലക്ഷം, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ലയബിലിറ്റി കിട്ടി. ദെൻ അസറ്റ് കാണിക്കുക. അസറ്റ് വരുമ്പോൾ നമുക്ക് ആദ്യം ഫിക്സഡ് അസറ്റ്സ്, ഇൻവെസ്റ്റ്മെന്റ്, ഗുഡ് വില്ല്, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ. ദെൻ അതിനുശേഷം നമ്മൾ എന്താണ് കറണ്ട് അസറ്റ്സ്. ഇപ്പോൾ കറണ്ട് അസറ്റ് കാണിക്കുക. അതെല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ടോട്ടൽ ആൻസർ നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് ആക്ച്വലി നമുക്ക് നമ്മുടെ എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്, കമ്പനി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം കേട്ടോ.